തിയറം പറയുന്നത് സബ് ഗ്രൂപ്പ് ഓഫ് എ ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പിന്റെ കേസാണ് അവിടെ വരുന്നത്. ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പിന്റെ സബ് ഗ്രൂപ്പുകൾ വരുന്ന ഫോം ആണ് അവിടെ പറയുന്നത്. ലെറ്റ് ജി ബി എ സൈക്ലിക് ഗ്രൂപ്പ് വിത്ത് n എലമെന്റ്സ് ജനറേറ്റഡ് ബൈ എ. അപ്പൊ ജി എന്ന് പറയുന്ന സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ആണ്. എന്നിട്ട് ബി ഈസ് ആൻ എലമെന്റ് ഓഫ് ജി ആൻഡ് ബി ഈസ് ഈക്വൽ ടു, അപ്പം ബി എന്ന് പറയുന്നത് ജിയിലെ ഒരു എലമെന്റ് ആയതുകൊണ്ട് ബി എന്ന് പറയുന്നത് ജനറേറ്റഡ് ബൈ എ ആയതുകൊണ്ട് ബിയിലെ എലമെന്റുകളുടെ ഫോം എ റേസ് ടു എസ് ഫോമിലല്ലേ വരുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. അപ്പൊ ജി എന്ന് പറയുന്ന ഒരു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ആണ്. അപ്പൊ ബി എന്ന് പറയുന്ന ജിയിലെ ഒരു എലമെന്റ് ആണ് എങ്കിൽ അതിന്റെ ആ എലമെന്റിന്റെ ഫോം എന്താ, എ റേസ് ടു സം പവർ ഓഫ് അല്ലെ വരുന്നത്. അപ്പൊ ബി ഈസ് ഈക്വൽ ടു എ റേസ് ടു എസ്. Then B generates a cyclic subgroup H of G containing n by D elements. അങ്ങനെയാണ് എങ്കിൽ സബ്ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ഡി ക്കകത്ത് n by D എലമെന്റുകൾ കാണും. വേർ n എന്ന് പറയുന്നത് എന്താ, ഓർഡർ ഓഫ് ദ സൈക്ലിക് ഗ്രൂപ്പ് ആണ്. D എന്ന് പറയുന്നത് എന്താ, GCD ഓഫ് S ആൻഡ് N. എന്നിന്റെയും എസിന്റെയും കൂടെ GCD ആണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ പവറിൽ പറയുന്നത്. നമ്മൾ ചെയ്യുന്ന എക്സാമ്പിൾസ് എല്ലാം ഇസഡന്റെ ആയതുകൊണ്ട് അത് അഡീഷൻ വെച്ചിട്ടേ വരുള്ളൂ. അപ്പൊ ഇവിടെ പറയുന്നത് ഇത്രേ ഉള്ളൂ. ജി എന്ന് പറയുന്ന ഒരു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ വെച്ച് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പ് ആണെങ്കിൽ അതിന്റെ അകത്തെ എലമെന്റുകളെല്ലാം എ റേസ് ടു എൻ ഫോമിലെ അതിന്റെ അകത്തെ എലമെന്റുകൾ വരുള്ളൂ. അപ്പൊ നമ്മൾ ബി എന്ന് പറയുന്ന ജിയിലെ ഒരു ആർബിട്രറി എലമെന്റ് എടുത്താൽ ആ ബിയുടെ ഫോം എ റേസ് ടു എസ് ഫോമിലായിരിക്കും. അപ്പൊ എ റേസ് ടു എസ് എന്നുള്ള എലമെന്റ് വെച്ച് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പ്, അപ്പൊ ജി ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആയതുകൊണ്ട് അതിന്റെ സബ് ഗ്രൂപ്പുകളും സൈക്ലിക് ആയിരിക്കും. അപ്പൊ അതിന്റെ അകത്ത് ഏതെങ്കിലും ഒരു എലമെന്റ് വെച്ച് ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സബ് ഗ്രൂപ്പ് ആയി, ആ സബ് ഗ്രൂപ്പ് സൈക്ലിക്. അപ്പൊ എ റേസ് ടു എസ് എന്നുള്ള എലമെന്റ് വെച്ച് ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓർഡർ, അതിന്റെ നമ്പർ ഓഫ് എലമെന്റുകൾ എന്ന് പറയുന്നത് n by d ആയിരിക്കും. വേർ n is the order of the cyclic group and d എന്ന് പറയുന്നത് GCD of S and N. എസിന്റെ എന്നിന്റെയും കൂടെ GCD ആയിരിക്കും. പിന്നെ നമ്മൾ പറയുന്ന രണ്ട് എലമെന്റുകൾ ജനറേറ്റ് ചെയ്യുന്ന ഈ കൂടെ തന്നെ വരുന്നതാണ് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ റേസ് ടു എസ് ഇസ് ഈക്വൽ ടു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ റേസ് ടു ടി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ GCDs are same. GCD ഓഫ് എസും എന്നും GCD ഓഫ് ടിയും എന്നും സെയിം ആണെങ്കിൽ, എന്നും എസും തമ്മിലുള്ള GCDയും എന്നും ടിയും തമ്മിലുള്ള GCDകളും സെയിം ആണ് എങ്കിൽ എ റേസ് ടു എസും എ റേസ് ടു ടിയും ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പുകളും സെയിം ആയിരിക്കും. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് അതാണ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടെ പറയാം. ജി എന്ന് പറയുന്ന ഒരു സൈക്ലിക് ഗ്രൂപ്പ്, ആ സൈക്ലിക് ഗ്രൂപ്പ് ഫൈനൈറ്റ് ആണ്. ജി എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പാണ്. ജി ബി എ ഗ്രൂപ്പ് വിത്ത് n എലമെന്റ്സ്, അതുകൊണ്ട് ഫൈനൈറ്റ് ആണ്. n എലമെന്റ്, ഇപ്പൊ സപ്പോസ് 10 എലമെന്റ്സ് ഉള്ള ഒരു സൈക്ലിക് ഗ്രൂപ്പാന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ അകത്തെ എലമെന്റുകളുടെ എ വെച്ച് ജനറേറ്റ് ചെയ്യുന്നതായതുകൊണ്ട് അതിന്റെ ഫോം എന്തായിരിക്കും, എ സ്ക്വയർ എ ക്യൂബ് എക്സെട്ര എ റേസ് ടു 10 വരുമ്പോൾ ഐഡന്റിറ്റി വരണം, എങ്കിലല്ലേ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ളതെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ 10 എലമെന്റ്സ് ഉള്ള ഒരു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ എന്ന് പറയുമ്പോൾ അതിന്റെ എലമെന്റുകൾ എ സ്ക്വയർ എ ക്യൂബ് എ റേസ് ടു 4 എ റേസ് ടു 5 എ റേസ് ടു 6 എ റേസ് ടു 7 എ റേസ് ടു 8 എ റേസ് ടു 9 എ റേസ് ടു 10 എന്ന് പറയുന്ന ഐഡന്റിറ്റി എലമെന്റ് ആയിരിക്കണം, എങ്കിലേ നമുക്ക് പറ്റുള്ളൂ. എപ്പോഴും ഐഡന്റിറ്റി എലമെന്റ് പറഞ്ഞാണ്. അപ്പൊ എ റേസ് ടു 10 ഐഡന്റിറ്റി എലമെന്റ് ആയിരിക്കും. അപ്പൊ ഈ ജിയിലെ എലമെന്റുകളെ നമ്മൾ ലിസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് എ സ്ക്വയർ തൊട്ട് എ റേസ് ടു 10 വരെയുള്ള എലമെന്റുകളാണ്. വേറെ എ റേസ് ടു 10 എന്ന് പറയുന്ന ഐഡന്റിറ്റി എലമെന്റ് ആണ്. ഇപ്പൊ നമ്മൾ എ വെച്ച് ജനറേറ്റ് ചെയ്യുന്ന 10 എലമെന്റ്സ് ഉള്ള ഗ്രൂപ്പിന്റെ ഫോം എ സ്ക്വയർ എ റേസ് ടു 10 വരെയുള്ള എലമെന്റ്. അതിന്റെ ഒരു പർട്ടിക്കുലർ എലമെന്റ് എടുക്കുക. ഇപ്പൊ നമ്മൾ സപ്പോസ് എ റേസ് ടു 3, അപ്പൊ നമ്മൾ അതിനകത്ത് ഏതെങ്കിലും ഒരു എലമെന്റ് നമ്മൾ എടുക്കുവാണ് എ റേസ് ടു 3 എന്ന് പറയുന്നത്. അപ്പൊ എ റേസ് ടു 3 വെച്ച് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ നോക്കണം. അപ്പൊ എ റേസ് ടു 3 വെച്ചാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തേത് എ റേസ് ടു 3 വരും. പിന്നെ എ റേസ് ടു 3 ഇൻറ്റു എ റേസ് ടു 3 എന്ന് പറയുന്നത് എന്താ, എ റേസ് ടു 6 ആയിരിക്കും. എ റേസ് ടു 3യും എ റേസ് ടു 6 ഉണ്ടെങ്കിൽ എ റേസ് ടു 9 വന്നല്ലേ പറ്റുള്ളൂ. ഇനി എ റേസ് ടു 9ഉം എ റേസ് ടു 3യും ഉള്ളപ്പം എ റേസ് ടു 12 വരണ്ടേ. 12 എന്ന് പറയുമ്പോൾ 10 വരുമ്പോൾ ഐഡന്റിറ്റി എത്തി. അപ്പം 12 എന്ന് പറയുമ്പോൾ എ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എ സ്ക്വയർ വന്നു. എ സ്ക്വയർ വന്നു കഴിയുമ്പോൾ എ റേസ് ടു 4 വരണം, എ റേസ് ടു 6 വരണം, എ റേസ് ടു 8 വരണം, അപ്പൊ എ റേസ് ടു 10 വരണം. അപ്പൊ ഐഡന്റിറ്റി എലമെന്റ് ആയി. പിന്നെ എ ക്യൂബ് ഉള്ളത് കൊണ്ട് എ റേസ് ടു 9 ഉള്ളതുകൊണ്ട് എ റേസ് ടു 18 വരണം. 18 എന്ന് പറയുന്നത് എ റേസ് ടു 8. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ എല്ലാ എലമെന്റുകളും അവിടെ ആയി. അപ്പൊ 3യും 10ഉം തമ്മിലുള്ള GCD, 3ക്കും 10നും കോമൺ ആയിട്ടുള്ള ഫാക്ടറുകൾ ഒന്നുമില്ല. അതിന്റെ GCD 1 ആയതുകൊണ്ട് എ റേസ് ടു 3 വെച്ച് നമ്മൾ ജനറേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താ, ഫുൾ സെറ്റ് തന്നെയാണ്. ഇനി അതിന് പകരം നിങ്ങൾ ഒരു മിനിറ്റ് ഞാൻ എഴുതി കാണിക്കാം, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. ഞാൻ പറഞ്ഞു നമ്മളിപ്പോ എടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് പറയുന്നത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത്.
ഫോം ചെയ്യുന്നത്. ഇപ്പം ജി എന്ന് പറയുന്നത് 10 എലമെന്റ്സ് ഉള്ള ഒരു ഗ്രൂപ്പ്. അപ്പൊ എ സ്ക്വയർ എ ക്യൂബ് എക്സെട്ര എ റേസ് ടു 10 ഈക്വൽ ടു ഐഡന്റിറ്റി, ഈ ഫോമിലാണ് ജിയിലെ എലമെന്റുകൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എ ക്യൂബ് വെച്ച് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പ് എങ്ങനെ വരും? എ ക്യൂബ് ഉള്ളപ്പം എ റേസ് ടു 3 വരണം, എ റേസ് ടു 6 വരണം, എ റേസ് ടു 9 വരണം. ഇനി 6ഉം 9ഉം കൂടെ വരുമ്പോൾ 15 15 എന്ന് പറയുന്നത് എന്താ? 5 കാരണം 10 എത്തുമ്പോഴത്തേക്ക് ഐഡന്റിറ്റി ആകുമ്പോൾ പിന്നെ ഉള്ളത് റിപ്പീറ്റ് ചെയ്യുക. എ റേസ് ടു 11 എന്ന് പറയുന്നത് എ തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് 15 എന്ന് പറയുമ്പോൾ എ റേസ് ടു 5. ഇനി 6ഉം 5ഉം കൂടെ എടുക്കുമ്പോൾ എ റേസ് ടു 6ഉം എ റേസ് ടു 5 എന്ന് പറയുമ്പോൾ എ റേസ് ടു 11 ആണ്, അത് എ വരും. ഇനി എ 2 പ്രാവശ്യം വരുമ്പോൾ എ സ്ക്വയർ വരണം, എ സ്ക്വയറും എ റേസ് ടു 3, എ സ്ക്വയർ 2 പ്രാവശ്യം വരുമ്പോൾ എ റേസ് ടു 4 വരണം. അപ്പം എ ഉണ്ട്, എ സ്ക്വയർ ഉണ്ട്, എ ക്യൂബ് ഉണ്ട്, എ റേസ് ടു 4 ഉണ്ട്. ഇനി എ റേസ് ടു 5 ഉണ്ട്, എ റേസ് ടു 6 ഉണ്ട്. ഇനി എ റേസ് ടു 6ഉം എയും കൂടെ ഉള്ളതുകൊണ്ട് എ റേസ് ടു 7 വന്നേ പറ്റുള്ളൂ. ഇനി എ റേസ് ടു 7ഉം എയും ഉള്ളതുകൊണ്ട് എ റേസ് ടു 8 വരണം. എ റേസ് ടു 9 നമ്മൾ ഓൾറെഡി എഴുതി. ഇനി എ റേസ് ടു 9ഉം എയും ഉള്ളതുകൊണ്ട് എ റേസ് ടു 10 ഐഡന്റിറ്റി എലമെന്റ് വരണം. അപ്പൊ നമുക്ക് എ ക്യൂബ് വെച്ച് ജനറേറ്റ് ചെയ്യുമ്പോൾ ഈ സെയിം സെറ്റ് കിട്ടി. ഇവിടെ നോക്കി ജി സി ഡി ഓഫ് 3ഉം 10ഉം നമ്മൾ എടുക്കുമ്പോൾ അത് 1 ആണ്. അപ്പൊ 3ഉം 10ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. അതുകൊണ്ടാണ് അതിന്റെ നമുക്ക് നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് n ഡിവൈഡഡ് ബൈ 1 ഈക്വൽ ടു n. ഇവിടെ n എന്ന് പറയുന്നത് 10 ആയിരുന്നു. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് n ബൈ d ആണെന്ന് പറഞ്ഞത്. ഇവിടെ n എന്ന് പറയുന്നത് 10 ആണ്, ജി സി ഡി 1 ആണ്. ഇനി അതിന് പകരം നമുക്ക് ജി സി ഡി 1 അല്ലാത്തൊരെണ്ണം എടുക്കാം. ഫോർ സപ്പോസ് 2 എടുക്കുക. 2ഉം 10ഉം കൂടെ ഉള്ള ജി സി ഡി എന്താ? 2നും 10നും കൂടെ 2 ഒരു കോമൺ ഫാക്ടർ. അപ്പൊ ജി സി ഡി ഓഫ് 2ഉം 10ഉം 2 ആണ്. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ സ്ക്വയർ, നമ്മളിവിടെ എ സ്ക്വയർ ആണ് നോക്കേണ്ടത്. എ സ്ക്വയറിൽ വെച്ചിട്ട് നോക്കുമ്പോൾ എ സ്ക്വയർ വെച്ച് ജനറേറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് 10 ഡിവൈഡ് ബൈ ജി സി ഡി ഓഫ് 2 ആൻഡ് 10 ആണ്. 10 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് അതിനകത്ത് 5 എലമെന്റ്സേ ഉള്ളൂ. അപ്പൊ എ സ്ക്വയർ ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പുകളുടെ ഫോം എന്ന് പറയുന്നത് എ സ്ക്വയർ ഉള്ളപ്പം എ റേസ് ടു 4 ഉണ്ട്, എ റേസ് ടു 6 ഉണ്ട്, എ റേസ് ടു 10 ഉണ്ട്, പിന്നെ ഐഡന്റിറ്റി എ റേസ് ടു 8 ഉണ്ട്, പിന്നെ എ റേസ് ടു 10 എന്നുള്ള ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്. അപ്പൊ നോക്കിയാൽ അതിന്റെ അകത്ത് 5 എലമെന്റ്സ് അല്ലേ? 1 2 3 4 5 5 എലമെന്റ്സ് ആണ്. അപ്പൊ ഇവിടെ പറയുന്ന ഇത്രേ ഉള്ളൂ. ബി എന്ന് പറയുന്ന ഒരു എ റേസ് ടു എസ് ഫോമിലുള്ള എലമെന്റ് ആണ് എങ്കിൽ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ബി അല്ലെങ്കിൽ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റുകൾ എന്ന് പറയുന്നത് n ബൈ ഡി ആയിരിക്കും. വേർ n is the number of elements in G and B is the GCD of D എന്ന് പറയുന്നത് ജി സി ഡി ഓഫ് എൻ ആൻഡ് എസ് ആണ്. ഇപ്പൊ നമ്മളിവിടെ 2 ആണ് എടുത്തതെങ്കിൽ എ സ്ക്വയർ വെച്ച് ജനറേറ്റ് ചെയ്യുന്ന കാണാൻ നേരത്ത് നമ്മൾ എന്താ ചെയ്തത്? 2ഉം 10ഉം കൂടെ ഉള്ള ജി സി ഡി നോക്കി, 2ഉം 10ഉം കൂടെ ഉള്ള ജി സി ഡി നോക്കിയിട്ട് അത് 2 ആണ്. അപ്പൊ 10 ഡിവൈഡ് ബൈ 2 5 എലമെന്റ്സ് ആണ് ഇതിന്റെ അകത്ത് വരുന്നത്. 3ഉം 10ഉം കൂടെ നോക്കിയപ്പം 3യുടെയും 10ന്റെയും കൂടെ ജി സി ഡി എത്രയാ? 1 ആണ്. അപ്പൊ അതിന്റെ അകത്ത് ഈ ഫുൾ സെറ്റപ്പ് വരും. ഇനി നമ്മൾ അതാണ് ആദ്യത്തെ സെറ്റപ്പ്. പിന്നെ നമ്മൾ പറഞ്ഞ ജി സി ഡി സെയിം ഉള്ള 2 എലമെന്റ്സ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2ഉം 10ഉം തമ്മിലുള്ള ജി സി ഡി 2 ആണ്. 4ഉം 10ഉം കൂടെ എടുത്താലും ജി സി ഡി 2 അല്ലേ വരുന്നത്? 4ഉം 10ഉം കൂടെ എടുത്താലും ജി സി ഡി 2, വേറെ കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. അപ്പൊ എ റേസ് ടു 4 വെച്ച് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ നോക്കിയാൽ എ റേസ് ടു 4, എ റേസ് ടു 8, 8 പ്ലസ് 4 2 വരും, 12 ആയതുകൊണ്ട് 2 വരും. പിന്നെ 4ഉം 2ഉം കൂടെ വരുമ്പോൾ എ റേസ് ടു 6 വരും. അവിടെ നോക്കിയേ, പിന്നെ എ റേസ് ടു 10 വന്നു. സെയിം അല്ലേ വരുന്നത്? അപ്പൊ എ സ്ക്വയറിനും എ റേസ് ടു 4നും കറസ്പോണ്ടിങ് ആയിട്ട് 2ന്റെയും 10ന്റെയും ജി സി ഡി 2 ആണ്, 4ന്റെയും 10ന്റെയും ജി സി ഡി 2 ആണ്. അപ്പം രണ്ട് നമ്പേഴ്സിന്റെ ഇപ്പം എ റേസ് ടു എസിന്റെ ഇവിടെ നമുക്ക് എ റേസ് ടു 2ഉം എ റേസ് ടു 4ഉം ഈക്വൽ ആണെന്ന് കിട്ടി. എന്റെ റീസൺ എന്താണ്? എ റേസ് ടു എസിന്റെയും എ റേസ് ടു ടിയുടെയും നമ്മൾ എടുത്തപ്പം 2ഉം 10ഉം കൂടെ ഉള്ള ജി സി ഡിയും 4ഉം 10ഉം കൂടെ ഉള്ള ജി സി ഡിയും സെയിം ആണ്. അതുപോലെ എസും എന്നും കൂടെ ഉള്ള ജി സി ഡിയും ടിയും എസും കൂടെ ഉള്ള ജി സി ഡി സെയിം വരുമ്പം ഈ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ റേസ് ടു എസും എ റേസ് ടു ടിയും സെയിം ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇതിന്റെ തിയറി പറയുന്നത്. ഇനി അതിന് കൊറോളറി കൂടെ പറയാം. കൊറോളറി പറയുന്നത് എ ഒരു ജനറേറ്റർ, എ is a generator of the finite cyclic group of order n. Then the other generators of G are the elements of the form a raised to r, where r is relatively prime. അപ്പം എ ഒരു ജനറേറ്റർ ഓഫ് ദ സൈക്ലിക് ഗ്രൂപ്പ് ജി ആണ് എങ്കിൽ നമ്മൾ എ റേസ് ടു ആർ എന്ന് പറയുന്നത് എല്ലാം ഈ ജിയുടെ ജനറേറ്റേഴ്സ് ആയിരിക്കും. വേർ ആറും എന്നും റിലേറ്റീവ്ലി പ്രൈം ആണ്. ആറും എന്നും റിലേറ്റീവ്ലി പ്രൈം. ഇപ്പൊ നമ്മൾ മുമ്പേ കണ്ട എക്സാമ്പിൾ അനുസരിച്ചാണ് എങ്കിൽ നമുക്കറിയാം എ റേസ് ടു 3 എടുത്തപ്പോൾ നമുക്ക് ജി തന്നെ കിട്ടി. കാരണം എന്താ? 3ഉം 10ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. ഇനി നമ്മൾ വേറെ ഒരു നമ്പർ
7 എടുത്തോ, എ റേസ് ടു 7 എടുത്താൽ എ റേസ് ടു 7 വരുമ്പോ എ റേസ് ടു 7 ഉണ്ട്, എ റേസ് ടു 14 എന്ന് പറയുന്നത് 4 ആണ്. 4 ഉള്ളപ്പം എ വന്നു അല്ലെ, 7 4 11 എ വന്നു, എ ഉള്ളപ്പം എ സ്ക്വയർ എ ക്യൂബ് എല്ലാം അങ്ങനെ വന്ന് ഫുൾസ് നമുക്ക് എ റേസ് ടു 10 വരെയുള്ള എല്ലാ എലമെന്റ്സും കിട്ടി. അപ്പൊ 7 എന്ന് പറയാൻ, അപ്പൊ എ ആണ് ജനറേറ്റർ, എ റേസ് ടു 7 ജി എ ജനറേറ്റ് ചെയ്യും. കാരണം 7 10 തമ്മിലുള്ള GCD 1 ആണ്. 7 10. അപ്പൊ നമ്മൾ പറയുന്ന ഈ തിയറത്തിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, മെയിൻ കാര്യം എന്താണ്, ജി ഒരു സൈക്ലിക് ഗ്രൂപ്പ് വിത്ത് n എലമെന്റ്സ് ആണ് എങ്കിൽ എ റേസ് ടു എസ് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് n ഡിവൈഡഡ് ബൈ GCD ഓഫ് n ആൻഡ് s ആയിരിക്കും. എ റേസ് ടു എസ് ജനറേറ്റ് ചെയ്യുന്ന, വളരെ സിമ്പിൾ ആയിട്ട് തിയറം പറയുവാണെങ്കിൽ ജി ഈസ് എ സൈക്ലിക് ഗ്രൂപ്പ് വിത്ത് n എലമെന്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ റേസ് ടു എസ് എന്ന് പറയുന്നത് n ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ജി ഡിവൈഡഡ് ബൈ GCD ഓഫ് n ആൻഡ് s ആയിരിക്കും. അപ്പൊ എ റേസ് ടു എസിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് n ഡിവൈഡ് ബൈ GCD ഓഫ് n ആൻഡ് s ആയിരിക്കും. പിന്നെ എ റേസ് ടു എസും എ റേസ് ടു ടിയും ഈക്വൽ ആവാനുള്ള കണ്ടീഷൻ, സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ റേസ് ടു എസും എ റേസ് ടു ടിയും ഈക്വൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ GCD ഓഫ് n ആൻഡ് എസും GCD ഓഫ് n ആൻഡ് ടിയും സെയിം ആയിരിക്കണം. അതാണ് തിയറം പറയുന്നത്. ഇനി കൊറോളറി പറയുന്നത് എന്താണ്, എ ഒരു ജനറേറ്റർ ഓഫ് ദ സൈക്ലിക് ഗ്രൂപ്പ് ആണെങ്കിൽ എ റേസ് ടു ആർ ജി എ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആറും എന്നും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കണം. അല്ലെങ്കിൽ ആറും എന്നും തമ്മിലുള്ള GCD 1 ആണ് എങ്കിൽ എ ജനറേറ്റ് ചെയ്യുമ്പോഴെല്ലാം എ റേസ് ടു ആറും ജനറേറ്റ് ചെയ്യും.